പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ്. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലും സമീപത്തെ മറ്റ് 3 ക്ഷേത്രങ്ങളിലുമായാണ് കൊടിയേറ്റം നടക്കുക. രാവിലെ 11:30 കൊടിയേറ്റം നടക്കുക. ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നമ്മൾ സിനിമകളിലും ഒരുപാട് വായിച്ചുമൊക്കെ അതുപോലെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ കൽപ്പാത്തി രഥോത്സവം. എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് പോകണമെന്ന് വളരെ കാണണം. കഴിഞ്ഞ വർഷം ഞാനും പ്രജനും പോയിരുന്നു, രഥോത്സവത്തിന് പോയിരുന്നു. മാത്രമല്ല അന്ന് അവിടെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സമയമായിരുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. എത്ര പെട്ടെന്നാണ് ആ വർഷങ്ങൾ ഓടിപ്പോയതെന്നും കൂടി ഞങ്ങൾ ഇന്നലെയും കൂടി സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആ കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക? ആ വിവരങ്ങൾ പറയൂ ഷംന. പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് മുതൽ ഇനി കൽപ്പാത്തിക്കാർക്ക് പാലക്കാട്ടുകാർക്ക് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ കൽപ്പാത്തിയുടെ സമീപത്ത് കൽപ്പാത്തി അഗ്രഹാരങ്ങളിലൊക്കെ വളരെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കടകളൊക്കെ വന്ന് വളരെ അവർ ആ ഉത്സവത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇന്ന് 11:15 കൂടിയാണ് ഈ കൊടിയേറ്റം നടക്കുക. ഈ കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തില്, ഒപ്പം തന്നെ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തില്, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങളിൽ ഒരേ സമയം കൊടിയേറ്റം നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി കൽപ്പാത്തി രഥോത്സവത്തിനുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കും ഉണ്ടാവുക. 12-നാണ് 5ാം തിരുനാൾ. ഈ 5ാം തിരുനാൾ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പുണ്യം നിറഞ്ഞ ഒരു ദിവസമായി കൂടി കണക്കാക്കുന്നുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ കൽപ്പാത്തിയിൽ എത്തുന്നത്. ഒപ്പം 14-ാം തീയതിയാണ് 1ാം തേര്, 15-ാം തീയതി 2ാം തേര്, 16-ാം തീയതി 3ാം തേര്, അങ്ങനെയാണ് ഉത്സവം നടക്കുന്നത്. ആ 3 ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചടങ്ങുകൾ നടക്കുന്നതും രഥങ്ങളുടെ ഒക്കെ ഒരു സംഗമം നടക്കുന്നതും ആ 16-ാം തീയതിയാണ്. ഇതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിശാലാക്ഷ സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഈ രഥങ്ങളുടെ ഒരു സംഗമം നടക്കുന്നത്. നമുക്കൊപ്പം ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി കൂടിയുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഓം നമ ശിവായ. ഇന്ന് 8ാം തീയതി, ഇന്നാണ് 11:15 ഇത് കൊടിയേറുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഗ്രാമപ്രദക്ഷിണമുണ്ട്. നമ്മുടെ ഈ വിഗ്രഹങ്ങളെല്ലാം ഇട്ടിട്ട് ഈ ഗ്രാമങ്ങൾ കംപ്ലീറ്റ് പല്ലക്കിൽ ഗ്രാമപ്രദക്ഷിണം പോകും. അതേമാതിരി തന്നെ 9ാം തീയതി, 10ാം തീയതി, 11ാം തീയതി 3 ദിവസം ഈ ഗ്രാമപ്രദക്ഷിണം തുടർന്നുകൊണ്ടേയിരിക്കും. 12ാം തീയതിയാണ് നമ്മുടെ 5ാം തിരുനാൾ വരുന്നത്. അന്ന് ഈ എല്ലാ 4 ക്ഷേത്രങ്ങളുടെയും പല്ലക്കുകൾ ഈ മന്ദക്കരിയും ഈ കുണ്ടമ്പലുള്ള ഇടയിലൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ സംഗമിക്കും. രഥസംഗമന്മാരി പല്ലക്ക് വെച്ചിട്ടൊരു സംഗമമാണ്. അത് രാത്രി ഒരു 11 മണിക്കാണ് ആ സംഗമം നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 13ാം തീയതി ഫ്രീ ആയിട്ട് നടക്കും. പേരും എല്ലാവർക്കും. പിന്നെ 14ാം തീയതി സാധാരണ നമ്മുടെ അന്ന് പൂജ കഴിഞ്ഞ് നമ്മൾ രഥത്തിലേറ്റും. 14ാം തീയതി മുതൽ വീണ്ടും ആഘോഷങ്ങളാണ്. എന്തായാലും ഈ കൽപ്പാത്തി ഒരു അഗ്രഹാരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അഗ്രഹാരങ്ങളും തെരുവുകളും ഒക്കെ ഉത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്റ്റീന, പ്രവിത. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. അങ്ങനെ കഴിഞ്ഞ തവണ ഈ ഇലക്ഷനൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഭയങ്കര തിരക്കായിരുന്നു. മണ്ണിട്ടാൽ താഴാത്തത്ര ജനമുണ്ടായിരുന്നു ഈ കൽപ്പാത്തിയിൽ. ഇത്തവണ നടക്കുമ്പോൾ എങ്ങനെയാണ്? രാഷ്ട്രീയക്കാരുടെ ഒഴുക്കായിരുന്നു കൽപ്പാത്തിയിലേക്ക്, പ്രത്യേകിച്ച് വോട്ടൊക്കെ ഉറപ്പിക്കാനായിട്ട്. ഇത്തവണ അത് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും കൽപ്പാത്തി രഥോത്സവത്തോട് ഉള്ള ആളുകളുടെ ആ ഒരു ഇഷ്ടമൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ട് അത് കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.